ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പിസ്സ സോസാണ്. ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കിയൊരു പിസ്സ സോസാണിത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ഇച്ചിരി കൂടുതലിടുന്നത്. പിന്നെ ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണവും അതും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. പിന്നെ അതിലേക്ക് ഞാൻ ഇടുന്നത് ചെറിയ ഉള്ളിയുടെ ഒരു അര ഭാഗമാണ് എടുത്തിരിക്കുന്നത്. സോസ് ഒത്തിരി വേണ്ടവർക്ക് ഇച്ചിരി കൂടുതലായിട്ട് ഉണ്ടാക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിപ്പം സോസ് ഒത്തിരി വലിയ പിസ്സയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് സോസ് ഒത്തിരി വേണമെങ്കിൽ തക്കാളി എണ്ണവും കൂട്ടാം. അതുപോലെ സവോളയുടെയും ഇതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയുടെ എല്ലാ അളവ് കൂട്ടിയിടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് തക്കാളി ഒന്ന് വഴറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റുമ്പോൾ ആണെങ്കിലും ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിടുക, അല്ലെങ്കിൽ ഇപ്പം ഇട്ടാൽ മതി. എപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല ഉപ്പ്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. തക്കാളിയുടെ കെച്ചപ്പ് നമുക്ക് മേടിക്കുമല്ലോ, അതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ചില്ലി സോസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ 2 ടേബിൾ സ്പൂണ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സോസിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ. ഇത് വളരെ എളുപ്പമാണ്, അതിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സോസാണ്. അപ്പം അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ, നമ്മുടെ പിസ്സയുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.